സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഒരു കാര്യം ചർച്ച ചെയ്യുകയുണ്ടായി. അതായത് എറണാകുളം ജില്ലയിലെ പാരിയത്തുകാവിലെ പാവപ്പെട്ട ജനങ്ങളെ യുഡിഎഫിന്റെ പോലീസ് കയറി അടിക്കുകയും പോലീസിന്റെ വക നരനായാട്ട് അവിടെ നടന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഈ എറണാകുളം ജില്ല എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള പൂക്കിയും മുഖ്യമന്ത്രിയുടെ ഏറ്റവും സ്വന്തം സ്ഥലം തന്നെയാണ്. ആ സ്വന്തം സ്ഥലത്ത് തന്നെ ആ പാവപ്പെട്ട ജനങ്ങളുടെ പട്ടിണി പാവങ്ങളുടെ അരിയിൽ അല്ലെങ്കിൽ അവരുടെ ആഹാരത്തിൽ മണ്ണ് വാരിയിടുന്ന പ്രവണതയുമായിട്ടാണ് ഈ പറയുന്ന പൂക്കി സി എമ്മിന്റെ പോലീസ് കയറി ചെന്നത്. അപ്പൊ ഇതില് കുറെ ആളുകൾ ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഈ കഴിഞ്ഞ 14 തവണയും പോലീസും അതേപോലെ തന്നെ കോടതിയും എല്ലാം വന്നിട്ടും ഒന്നും ചെയ്യാതെ പോയിട്ടില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു വിഷയത്തില് പലരും ഇന്നിപ്പോ MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ആ ഒരു സ്ഥലത്ത് സന്ദർശിക്കുകയും അവിടെയുള്ള ആളുകളെ ചേർത്ത് പിടിക്കുകയും നിങ്ങളുടെ അടുത്ത് ഒരാൾ പോലും ഒരു രീതിയിലുള്ള അതിക്രമവുമായിട്ട് വരത്തില്ല എന്ന് പറയുകയും നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്, ഒരാളും ഒരു രീതിയിലും നിങ്ങളെ ഇറക്കി വിടാൻ സമ്മതിക്കത്തില്ല ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അപ്പൊ അതില് ആ ഒരു വീഡിയോയുടെ താഴെ പലരും കമന്റ് ഇടുന്നത് കഴിഞ്ഞ 10 വർഷം നിങ്ങൾ ഇരുന്നിട്ട് അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്തു എന്നൊക്കെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായ ഒരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷവും അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും അവരുടെ ജീവിതത്തിലേക്ക് കൈ കടത്താനുമായിട്ടൊന്നും ഈ നാട്ടിലെ നമ്മുടെ ഇടതുപക്ഷ സർക്കാരോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു അനുഭാവികളോ അല്ലെങ്കിൽ കോടതിയോ പോലീസോ ശ്രമിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ 10 വർഷം കഴിഞ്ഞ് പുതിയൊരു പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് അധികാരത്തിൽ വന്ന 3-ാം ദിവസം ഈ പാവപ്പെട്ട ജനങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളുടെ വീട്ടിലേക്ക് പോലീസിനെ ഇറക്കി അടിപ്പിക്കുന്നത്, കോടതി വിധി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത്, കോടതി പെട്ടെന്ന് തന്നെ ഈ കേസ് പരിഗണിക്കുന്നത്? ഇത്രയും കാലം കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഈ രീതിയിൽ ഒന്നും അവിടെ നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ആരും ഈ പാരിയത്തുകാവ് എന്ന് പറയുന്ന സ്ഥലം പോലും കേട്ടിട്ടുണ്ടാവില്ല. കാരണം അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അപ്പൊ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, 10 വർഷം ഇരുന്നിട്ട് എന്തേ ഒന്നും ചെയ്തു കൊടുക്കാത്തതെന്നാണ്. 10 വർഷം ഇരുന്നപ്പോൾ അവർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. ആ 10 വർഷം ഇരുന്നിട്ട് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിന്റെ കഴിവുകേടാണെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ഇന്നും എഴുകുന്നുണ്ട്. അതേസമയം ഈ 10 വർഷം ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഈ UDF ഇല്ലാത്ത 10 വർഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള സാമാന്യ ബോധവുമാർക്കില്ല. അങ്ങനെയുള്ളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ എടുത്തു പറഞ്ഞാലും ഇതൊന്നും ഇവരുടെ തലയിൽ കയറില്ല. ഇവരുടെ എല്ലാം ഉള്ളിൽ പിണറായി വിരുദ്ധതയാണ്. പിണറായി വിരുദ്ധത എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം കമ്മ്യൂണിസ വിരുദ്ധത അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധത. ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന് കാണുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ആളുകൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് പോവാം. ഇത് മാത്രമേ പറയാനുള്ളൂ, എന്തുകൊണ്ടാണ് എപ്പോഴും ഇത് പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും എഴുതും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് ആ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് നിങ്ങൾ പറയുമ്പോഴും കഴിഞ്ഞ 10 വർഷമായിട്ട് അവരുടെ മുകളിലേക്ക് ഒരു നിഴല് പോലും വീഴാൻ സമ്മതിക്കാതെ ഇടതുപക്ഷം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഇടതുപക്ഷത്തിന് ഒരു പോലീസുകാർ പോലും അവിടേക്ക് ഒരു കാലെടുത്ത് വെക്കുക പോലും ചെയ്തിട്ടില്ല. അവരുടെ അടുത്തൊരു ചോദ്യവുമായിട്ട് പോയിട്ട് പോലും ഇല്ല. 14 തവണയും കോടതി വിധി വന്നപ്പോഴും ആ 14 തവണയും പോലീസ് അവരെ ഒന്നും ചെയ്തിട്ടില്ല. അവരവിടെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. എന്തുകൊണ്ടാണ്? നട്ടെല്ലുള്ള ഒരു ക്യാപ്റ്റൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നട്ടെല്ലില്ലാത്തൊരു ക്യാപ്റ്റൻ വന്നതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പല രീതിയിലും വരാം. എന്ത് വന്നാലും ഒരു കോപ്പുമില്ല. പറയാനുള്ളത് ഏതവന്റെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയും. ആ പാവപ്പെട്ട ജനങ്ങളുടെ അവരുടെ നെഞ്ചത്ത് കയറി ചവിട്ടിയപ്പോൾ എന്ത് നീതിയാണ്, അല്ലെ എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്? ഇടതുപക്ഷ സർക്കാർ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് തല പൊക്കാത്തൊരു ടീം ഉണ്ടായിരുന്നു. ആരാണ്? ഭൂമാഫിയകൾ. ഇന്നിപ്പോ ആ ഭൂമാഫിയകൾ തന്നെ തലയും പൊക്കിക്കൊണ്ടിറങ്ങിയിരിക്കുകയാണ്. എന്തിനാണ്? കുറെ സ്ഥലങ്ങൾ ഇങ്ങനെ പിടിച്ചെടുക്കണം. അനധികൃതമായിട്ട് അല്ലെങ്കിൽ കുടിയേറി ജീവിക്കുന്ന ആളുകളെ അടിച്ചിറക്കിക്കൊണ്ട് അങ്ങനെ കിടക്കുന്ന പുറമ്പോക്ക് ഭൂമിയൊക്കെ ഏറ്റെടുക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഈ മാഫിയ അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂക്കി CM-ഉം CM-ന്റെ കുറച്ച് ആളുകളും അതിന് മെഴുകാൻ വേണ്ടിയിട്ട് കുറച്ച് PR ടീംസും ഈ കമന്റ് ബോക്സിലൊക്കെ വന്ന് കിടന്ന് മെഴുകുന്ന കമന്റോളികളൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ കിടന്നങ്ങ് മെഴുകിക്കൊണ്ടിരിക്കണം, മെഴുകട്ടെ എന്നുള്ളത് നമ്മൾ പറയുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് കണ്ടൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. ആ ഒരു പാരിയത്തുകാവിലെ ഒരു പ്രശ്നപരിഹാരം ഉടനെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഇന്നിപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. കോടതി പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ആ ഒരു സ്ഥലത്ത് നിന്ന് അവരെ ഒഴിപ്പിക്കുക. അതിന് വേണ്ടിയിട്ട് സർക്കാരിന് ഞങ്ങൾ സാവകാശം തരുന്നുണ്ട്. ആ സാവകാശം ഏകദേശം 2-3 ദിവസത്തിനുള്ളിൽ ആ കുടുംബങ്ങളെ മുഴുവനായിട്ടും ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കോടതി വിധി വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവർക്ക് പറയാൻ പറ്റുന്നത് കോടതി വിധിയെ ഞങ്ങൾ മാനിച്ചു എന്നാണ്. ഇതേ കോടതി വിധി തന്നെയായിരുന്നു നമ്മുടെ ശബരിമല വിഷയത്തിലും സ്ത്രീ പ്രവേശനത്തിലും കണ്ടത്. അന്നൊന്നും ഈ UDFന് ഈ ഒരു മര്യാദയൊന്നും ഉണ്ടായിരുന്നില്ല. കോടതി വിധിയാണെന്ന് ഇടതുപക്ഷ സർക്കാർ വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും പല മാധ്യമങ്ങളിൽ ചർച്ചകളിൽ വന്നിരുന്ന് പറയുമ്പോഴും മാധ്യമ പാപ്പരാസികൾക്കും അതേപോലെ തന്നെ വലതുപക്ഷത്തിനും ഒന്നും ഇത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഇതും ഒരു കോടതി വിധിയാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ അത് അംഗീകരിക്കും?
പാവപ്പെട്ടവൻ്റെ നെഞ്ചിൽ കയറി എന്തും ചെയ്യാമെന്നുള്ളൊരു ഒരു ധാർഷ്ട്യമാണ് നമ്മുടെ നാട്ടിലെ കോടതിക്കുള്ളത്. അല്ലെ, അങ്ങനെ ഒരു ചിന്താഗതിയാണോ നമ്മുടെ നാട്ടിലെ കോടതിക്കും പോലീസിനും നിയമ സംവിധാന വ്യവസ്ഥയ്ക്കും ഒക്കെ ഉള്ളത്? ഒരിക്കലുമല്ല. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യേണ്ടത്. നിങ്ങൾ വയനാടിന് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ മെഴുകലായിരുന്നു. 2024 രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മെഴുകൽ മെഴുകി. എന്താണ് മെഴുകിയത്? 8 ലക്ഷം രൂപ വില വരുന്ന അല്ലെങ്കിൽ ഒരു 60 വീടോളം അവർ പണിത് നൽകും, അല്ലെങ്കിൽ 100 വീട് പണിത് നൽകും എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. 2025 ആയപ്പോൾ ജനീഷ് എന്ന് പറയുന്നൊരു മന്ത്രിയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ വയനാട്ടിലെ ജനങ്ങളും എല്ലാ ജനങ്ങളും വിജയിപ്പിച്ചുവിട്ടൊരു മന്ത്രി. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഞങ്ങൾ ഈ വീട് 2026 അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ വീട് കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്തേക്ക് തന്നെയും ഞങ്ങളുടെയും വീട് പണി കഴിയും. അതായത് ഞങ്ങൾ പണിയുന്ന വീടിന്റെയും പണിയൊക്കെ കഴിയും, അവരുടെ കൈകളിലേക്ക് ആ വീടുകൾ എത്തുമെന്നാണ് പറഞ്ഞത്. എന്നാൽ 2026 ആയപ്പോൾ KPCC പ്രസിഡന്റ് അടക്കം ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരടക്കം ഇവരോട് നമ്മൾ ചോദ്യം ചോദിക്കണം മാധ്യമങ്ങൾ, എന്നത്തേക്ക് വീടിന്റെ പണി കഴിയും? അപ്പോൾ ഇവർ പറയുന്നത്, കണക്കൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ, വീടിന്റെ പണിയൊക്കെ ഉടനെ കഴിയും. എൻ്റെ എവിടെയാണ് വീട്? പിരിച്ച ഫണ്ട് എവിടെ? മുക്കിയ ഫണ്ട് എവിടെ എന്ന് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അല്ലേ? എങ്ങോട്ടേക്കാണ് മുക്കിയെന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഇതിനൊന്നും ഉത്തരവില്ല. ഇവർക്ക് പറയാനുള്ളത് മറ്റ് പല കാര്യങ്ങളുമാണ്. വികസനങ്ങളെ പറ്റി പറയുമ്പോൾ ജാതിയെപ്പറ്റി പറയും, ജാതിയും മതവും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് വികസനങ്ങളെ എല്ലാം അങ്ങ് മൂടും. എന്തൊരു വൃത്തികെട്ട നയമാണല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. വി ഡി സതീശൻ്റെ പോലീസ് കയറി നരനായാട്ട് നടത്തിയ ഒരു സ്ഥലത്ത് MV ഗോവിന്ദൻ ചെന്ന് സംസാരിക്കുമ്പോൾ ആ ജനങ്ങൾ പറയുന്നൊരു കാര്യം അത് കണ്ടിട്ട് ഞാൻ ഈ ആദ്യം പറഞ്ഞ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ജനീഷിൻ്റെയും ഒക്കെ മെഴുകലൂടി കണ്ടു നോക്കാം. കയ്യും കാലും പിടിച്ച് വണ്ടി കയറ്റിക്കൊണ്ടേ എന്റെ കാലിന് കൈക്കും പറ്റി സാറല്ലേ എന്റെ രണ്ടാമത്തെ മണ്ടെ ബ്ലൗസും കാര്യം ചവിട്ടി എന്റെ അനിയനെ തള്ളിയിട്ട് അനിയൻ ആവശ്യത്തില്ല 2 ദിവസം ചികിത്സയിലാക്കും. മിന്നാതെ വന്ന തീരെ ഔഷധി സാറേ. ഒരു തരത്തിലും ഭയപ്പാടുണ്ട് കേട്ടോ. അതിശക്തിയായ രീതിയിൽ ഇതിനെ ചെറുക്കും. ഞങ്ങൾ ഇവിടെ തുടങ്ങിയത്, ഞാനവിടെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഇപ്പോൾ തുടങ്ങിയതല്ല. ഈ 57 EMSന്റെ ഗവൺമെന്റ് വന്നപ്പോ ആദ്യത്തെ ഒന്നാമത്തെ ഓർഡിനൻസ് ഒരു മനുഷ്യരെയും കുടിയെ ഉറപ്പിക്കരുത് എന്നാണ് അന്ന് പ്രഖ്യാപിച്ചത്. 57. ഇപ്പം കുടിയൊഴിപ്പിക്കാൻ പുറപ്പെട്ട ആരെങ്കിലും അനുവദിക്കോ? അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് മാറി 3ാമത്തെ ദിവസം കടന്നാക്കാൻ നടക്കുന്നത്. അത് ഒരു തരത്തിലും അനുവദിക്കാൻ പോകുന്നില്ല. ആരും എന്നുള്ള പ്രശ്നമില്ല. ഞങ്ങൾക്ക് പാർട്ടിയോ അതുപോലെ തന്നെ പ്രസ്ഥാനമൊന്നുമില്ല. ഒറ്റ ഒന്നേ ഉള്ളൂ, മനുഷ്യൻ, പാവപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യരുടെ ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. അതിനൊരു ഭയപ്പെടുകയും വേണ്ട കേട്ടോ. അവരോട് പറയുന്നത്, ഒരു തരത്തിലും ഇവിടെ നിന്ന് കുടിയിറക്കൽ അനുവദിക്കില്ല. ആ വിഷയത്തിൽ ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കും എന്നതും ഒപ്പം സർക്കാരിനെയും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. UDF അധികാരം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം ചെയ്യാനായിട്ട്. അതായത് ആ ജനങ്ങൾക്കൊപ്പം തന്നെ, ഒന്നുമില്ലാത്ത ആളുകൾക്കൊപ്പം തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ ഇത്രയും നാൾ നിന്നിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെയാണ് അവിടെ നിൽക്കുന്നതും. നമുക്കറിയാം, ജപ്തി എന്ന് പറയുന്നൊരു സാധനം ഒഴിവാക്കിയത് ആരാണ്? ഇടതുപക്ഷ സർക്കാരാണ്, അല്ലേ? കടമെടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ കയറി അതിക്രമങ്ങൾ ചെയ്യരുതെന്നും അവരുടെ വീടുകളിൽ നിന്ന് അവരെ ഇറക്കി വിടരുതെന്നും പറയുന്നൊരു റൂളുമായിട്ട് എത്തിയത് ഇടതുപക്ഷ സർക്കാരാണ്. ഈ ഇടതുപക്ഷ സർക്കാർ എങ്ങനെയാണ് പിന്നീട് ഒരു കയ്യേറി താമസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അടിച്ചിറക്കാൻ ശ്രമിക്കുക? ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനഹിതം അറിഞ്ഞ് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പാർട്ടി തന്നെയായിരുന്നു ഇടതുപക്ഷം എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരാളുകളെയാണ് തോൽപ്പിച്ചു വിട്ടത് ഈ നാട്ടിലെ വൃത്തികെട്ട ജനങ്ങൾ. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, വോട്ട് മാറ്റി കുത്തിയ ആളുകളെയാണ് ഞാൻ പറയുന്നത്. ഇത് പക്ഷെ ഒരു വോട്ട് മാറ്റി കുത്തിയതാണോ, അതോ ഇനിയും ചില ആളുകൾ വോട്ട് EVM മെഷീൻ തട്ടിപ്പ് നടത്തിയതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. മിക്കവാറും ജനങ്ങളെ പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഈ പറയുന്ന EVM മെഷീനെ പറ്റിയും അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയും പറയുന്നതൊക്കെ ആയിരിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളടക്കം ഇപ്പോൾ ഈ ഒരു മാസം ഫുള്ളായിട്ട് നമ്മൾ പലരും അറിയാതെ പോകുന്ന കുറേ കാര്യങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട്. കുറേ ഈ പറയുന്ന VD സതീശൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ യാത്രയും അതേപോലെ തന്നെ രത്തൻ കേൽക്കറിനെ ഈ പറയുന്ന ചീഫ് സെക്രട്ടറി ആയിട്ട് ആക്കുന്നതും, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിൽ എന്തൊക്കെയോ ഒരു ഇങ്ങനെ കരിഞ്ഞു പുകഞ്ഞു നാറുന്നുണ്ട്. അതെന്താണെന്നുള്ളതുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ അവരന്വേഷിച്ച് വരണം. ഇതൊന്നും അന്വേഷിക്കാനായിട്ട് ഇടതുപക്ഷം പോകുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഇടതുപക്ഷം ഇത് അന്വേഷിച്ചിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ നടന്നതെന്നും എന്തിൻ്റെ പേരിലാണ് ഇവരെ ഇങ്ങനെ ഈ പറയുന്ന ജനീഷ് എന്ന് പറയുന്നൊരു മനുഷ്യനൊക്കെ എങ്ങനെ ജയിച്ചു പോയെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. ഇതൊരു കരച്ചിലായിട്ടോ ഇതൊരു വിഷമമായിട്ടോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കണ്ടോളൂ. ശരിക്കും ഒരു വിഷമം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷം തോറ്റതുകൊണ്ടല്ല, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുത്ത ആളുകൾ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടത്. ആ ഒരു കാര്യം ഓർക്കുമ്പോൾ മാത്രമേ എനിക്കൊരു വിഷമമുള്ളൂ. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു, നിങ്ങളെ ഞാനൊരു വീഡിയോ കാണിച്ചു തരാമെന്നുള്ളത്. ആ വീഡിയോയിൽ പറയുന്നത് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. 8 ലക്ഷം
8 ലക്ഷം രൂപയുടെ വീടുകൾ 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ നിർമ്മിച്ചു പൂർത്തീകരിച്ചതാണ്. 6 മാസം. ദുരിതബാധിതർക്ക് 30 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം അന്നത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് 2024 ഓഗസ്റ്റിനാണ്. ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന തീരുമാനം. യൂത്ത് കോൺഗ്രസ് വയനാട് ദുരന്ത ഇത് 2025. 30 വീടുകൾ എവിടെയെന്നാണ്. സർക്കാരിന്റെ വീട് വരുമ്പോ തന്നെ കോൺഗ്രസിന്റെ വീടും ഉണ്ടാവും. അതിന് മുമ്പ് വരും. അതിന് മുമ്പ് അതിന് മുമ്പും വരും. സർക്കാരിന്റെ വീട് വരുമ്പോ തന്നെ കോൺഗ്രസിന്റെ വീടും ഉണ്ടാവും. അതിന് മുമ്പ് വരും. അതിന് മുമ്പ് ഇനി അടുത്ത ടീംസിന്റെ പ്രവർത്തനം. നാണമില്ലാത്ത വൃത്തികെട്ട വർഗമെന്ന് എനിക്ക് ഇവന്മാരെ വിളിക്കാനുള്ളൂ. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന് പറഞ്ഞുകൊണ്ട് നാഴികയ്ക്ക് 40 വട്ടം പാടിക്കൊണ്ട് നടന്നൊരു മനുഷ്യനും അതിൻ്റെ താഴെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എവിടെയാണ് ഫണ്ട് എന്നുള്ള കാര്യത്തിൽ മാത്രം ഇവർക്കൊന്നും പറയാനില്ല. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഇടതുപക്ഷ സർക്കാരിനെതിരെ കുറ്റം പറയാനായിട്ടിരിക്കുകയാണ്. MV ഗോവിന്ദൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ അവിടെ ചെന്ന് അവരെ ചേർത്ത് പിടിക്കുമ്പോൾ വീണ്ടും നമ്മൾ കാണുകയാണ് ജനത്തിനൊപ്പം അല്ലെങ്കിൽ ജനപക്ഷമായിട്ട് നിൽക്കുന്ന ഇടതുപക്ഷം എന്ന് പറയുന്ന ഹൃദയപക്ഷം എന്നൊക്കെ നമ്മളെല്ലാവരും വിളിക്കുന്ന ഒരു പാർട്ടിയെ ഇത് പറഞ്ഞതുകൊണ്ട്, ഈ പാർട്ടിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചതുകൊണ്ട് ഒരു കമ്മിയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാനത് കമ്മിയാണെന്ന് തന്നെ അംഗീകരിക്കുകയാണ്. കാരണം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ചിന്താഗതിയാണ്. എനിക്കതിപ്പോൾ ഞാൻ അല്ലെന്ന് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് നിങ്ങൾ പറയാൻ പോകുന്നുള്ളൂ. ഞാൻ ഒരിക്കലും എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് നമ്മളുടെ മുൻപുള്ള വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എന്താണെന്നുള്ളത്. അപ്പോൾ എന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഞാനും. ജനഹിതം അറിഞ്ഞ് ജനങ്ങൾക്കൊപ്പം നിൽക്കാനായിട്ട് പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ അംഗീകരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഞാനും. എന്തായാലും ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവും. എന്തൊക്കെ മെഴുകുകൾ ഏതൊക്കെ രീതിയിൽ വന്നാലും ആ രീതിയിൽ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. എന്തായാലും പാരിയത്തുകാവിലെ ജനങ്ങൾക്ക് ഉടനെ തന്നെ അവരുടെ വീട് നഷ്ടമാകും, അവരോടൊന്ന് ഇറങ്ങി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനെ ശക്തമായിട്ട് എതിർക്കാൻ തന്നെ CPM ഉം CPIM ഉം എല്ലാം ഇടതുപക്ഷ പാർട്ടിയും എല്ലാം മുന്നിലേക്ക് നിൽക്കുന്നുണ്ടെന്നുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതെന്തായാലും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. ആ ജനങ്ങൾക്കൊപ്പം നിൽക്കാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.